അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് 25ാമത്തെ യൂണിറ്റ് ആണ്. ഈ അവസാനത്തെ ബ്ലോക്കിൽ പ്രധാനമായിട്ടും ലിറ്റററി ട്രെൻഡുകളെ കുറിച്ചാണ് പറയുന്നത്. ക്ലാസിസം, നിയോ ക്ലാസിസം, റൊമാൻറ്റിസം, റിയലിസം, സിംബോളിസം, അത്തരത്തിലുള്ള ഇവകൾക്കൊക്കെ ലിറ്റററി ട്രെൻഡുകൾ എന്നാണ് പറയുക. എല്ലാ വർഷവും ക്വസ്റ്റ്യൻ പേപ്പറിൽ ലിറ്റററി ട്രെൻഡുകളെ കുറിച്ച് ചോദ്യം ഉണ്ടാവാറുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും, ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വാട്ട് ഡു യു മീൻ ബൈ നിയോ ക്ലാസിസം? നിയോ ക്ലാസിസം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 5ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത് ഡിസ്ക്രൈബ് ദ എമർജൻസ് ഓഫ് റിയലിസം ഇൻ അറബിക്. അറബിയിലെ റിയലിസത്തിൻ്റെ, വാക്യത്തിൻ്റെ എമർജൻസിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ അതിന് താഴെയുള്ള ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിലും അതും ലിറ്റററി ട്രെൻഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. വാട്ട് ആർ ദ മോഡേൺ ലിറ്റററി ട്രെൻഡ്സ് ഇൻ അറബിക്? അറബിയിലുള്ള ലിറ്റററി ട്രെൻഡുകളെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള ക്ലാസിസം, റൊമാൻറ്റിസം, റിയലിസം, അതൊക്കെയാണ് ട്രെൻഡുകളായിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ അവിടെ 7ാമത്തെ ക്വസ്റ്റ്യനിൽ 1ാമതായിട്ടുള്ളത് ഹർക്കത്തു ദീവാനാണ്. ഹർക്കത്തു ദീവാൻ എന്ന് പറയുന്നത് ഈ ലിറ്റററി ട്രെൻഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെ, ഒരു സ്കൂളാണ്. അതേപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഡിസ്കസ് ദ എമർജൻസ് ഓഫ് റിയലിസം. അവിടെ റിയലിസത്തിൻ്റെ എമർജൻസും കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ലിറ്റററി ട്രെൻഡുകളെ കുറിച്ച് നമ്മൾ നോക്കിയതിൽ അധികം റിയലിസം തന്നെ വരണമെന്നില്ല. ക്ലാസിസവും റൊമാൻറ്റിസവും അല്ലെങ്കിൽ പൊതുവെ ആയിട്ട് ലിറ്റററി ട്രെൻഡുകളെ കുറിച്ചും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ഈ ഒരു ഭാഗത്തിൽ നമ്മുടെ ടെക്സ്റ്റിൽ കാര്യമായിട്ട് ഒരു എസ്സേ എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള പോയിന്റുകളും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ചെറിയൊരു ഇൻട്രൊഡക്ഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഏതായാലും നമുക്ക് മറ്റൊരു നോട്ടിൻ്റെ റെഫറൻസോട് കൂടെ നല്ല രീതിയിൽ പോയിന്റുകൾ ബേസ് ആക്കിയാണ് മുന്നോട്ട് പോകാം. ആദ്യമായിട്ട് നമുക്ക് ക്ലാസിസം അഥവാ ക്ലാസിക്കീയത്ത്, അതിനെ ചെറിയ രീതിയിൽ ഒരു എസ്സേ എഴുതാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് പരിചയപ്പെടാം. അൽ ക്ലാസിക്കിയ അഥവാ ക്ലാസിസം, നമ്മൾ മദ്രസത്തുൽ ക്ലാസിക്കിയ എന്നൊക്കെ പറയാറുണ്ട്. അറബിക് പോയത്തിലെ ഒരു ടൈപ്പ് ഓഫ് മദ്രസയാണ്, ഒരു ടൈപ്പ് ഓഫ് സ്കൂളാണ് ക്ലാസിക്കിയ എന്ന് പറയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ പോയിന്റ് വൈസ് ആയിട്ട് നോക്കാം. ആദ്യത്തെ പോയിന്റിൽ പറയുന്നത് ഇഗ്രീക്കിൽ തുടങ്ങുകയും പിന്നീട് റോമാനിൽ അത് വളരുകയും ചെയ്തു. പിന്നീട് 16ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ റിനൈസൻസിന്റെ കാലഘട്ടത്തിൽ അഥവാ നവോത്ഥാനത്തിന്റെ കാലത്തിലാണ്, അസ്റുൻ നഹ്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്, ആ കാലത്താണ് യൂറോപ്പിൽ ഇത് പോപ്പുലർ ആവുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് ക്ലാസിക് എന്നുള്ള പദം ലാറ്റിൻ പദമായിട്ടുള്ള ക്ലാസിയൂസ് എന്നുള്ള പദത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതിനർത്ഥം വരുന്നത് സമുദായത്തിലെ അല്ലെങ്കിൽ സമൂഹത്തിലെ ഉയർന്ന സ്റ്റേജിലുള്ള ആളുകൾ, ഉയർന്ന പദവിയിലുള്ള ആളുകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ പേര് വെക്കാനുള്ള കാരണം ഈ സമൂഹത്തിൽ സാഹിത്യകാരന്മാരും പണ്ഡിതരും എല്ലാം അവർ ഏറ്റവും ടോപ്പ് ലെവലിലായിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ ഈ കവികളുടെ കൂട്ടത്തിലാണെങ്കിലും ഏറ്റവും ടോപ്പ് ലെവലിലുള്ള ആളുകളാണ് ക്ലാസിക്കീയത്തിൽ പെടുന്നത്. ക്ലാസിക്കീയത്ത് പ്രധാനമായിട്ടും ബുദ്ധിക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. റൊമാൻറ്റിസം നോക്കുകയാണെങ്കിൽ റൊമാൻറ്റിസം കൂടുതൽ ഫീലിങ്സിനാണ് പ്രാധാന്യം നൽകുന്നത്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ റൊമാൻറ്റിക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏതായാലും ക്ലാസിക്കീയത്ത് കൂടുതൽ ബുദ്ധിക്കാണ് പ്രാധാന്യം നൽകുന്നത്. അതേപോലെ തന്നെ ക്ലാസിക്കീയത്ത് എല്ലാ ഭാഷയുടെ നിയമങ്ങളെല്ലാം പരിപൂർണമായ രീതിയിൽ അനുസരിക്കുന്നുണ്ടാകും. നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ, ശേഷം വരുന്ന റൊമാൻറ്റിക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത് ഭാഷയെ നല്ല രീതിയിൽ, ഭാഷയുടെ നിയമങ്ങളും ഗ്രാമറുകളും ഒന്നും അതേ നല്ല രീതിയിൽ ഉപയോഗിക്കാറില്ല. അതേപോലെ തന്നെ ഷിയറുൽ ഹുർ എന്ന് പറയുന്ന ശേഷം വരുന്നുണ്ട്. ഇതിലൊന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ല. പക്ഷേ ക്ലാസിക്കീയത്ത് വളരെ നല്ല രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഈ ക്ലാസിക്കീയത്ത് നമ്മുടെ ഭാഷയിലും അതേപോലെ തന്നെ സാഹിത്യത്തിലും നിപുണരായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഇത് രചിക്കാൻ കഴിയുള്ളൂ. കാരണം നല്ലപോലെ ഭാഷയും അതേപോലെ തന്നെ കവിതാശാസ്ത്രവും അറിയുന്ന ആളുകൾക്ക് മാത്രമേ ക്ലാസിക്കീയത്ത് രചിക്കാൻ കഴിയുള്ളൂ. ക്ലാസിക്ക് ആ ഒരു ലെവലിൽ വരുന്ന കവിതകൾ രചിക്കാൻ കഴിയുള്ളൂ. ഇവർ പ്രധാനമായിട്ടും മുൻകാലത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ ജാഹിലിയ കാലത്തൊക്കെ ഉണ്ടായിരുന്ന കവിതകളുടെ ആ ഒരു സ്റ്റൈലാണ് ഇവർ പിന്തുടർന്ന് പോരുന്നത്. കാരണം അറബി കവിതയ്ക്ക് നമുക്കറിയാം ഒരു പ്രത്യേക സ്റ്റൈലുണ്ട്. അതിന് ബഹർ വേണം, അതേപോലെ തന്നെ വസനുകൾ വേണം, അതേപോലെ തന്നെ തഫ്ഈലത്ത് വേണം. ഇങ്ങനെയുള്ള ഒരുപാട് നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ആ കറക്റ്റായിട്ടുള്ള അറബിക് സ്റ്റൈൽ ആയിരുന്നു ഇവരൊക്കെ കവിതകൾ എഴുതിയിരുന്നത്. അഥവാ ആ ഒരു പാരമ്പര്യ രീതി തുടർന്നു പോന്നിരുന്നു. ശേഷം പറയാൻ പോകുന്ന റൊമാൻറ്റിസവും അതേപോലെ തന്നെ ഷിയറുൽ ഹുറൊക്കെ വരുന്ന സമയത്ത് അവിടെയൊന്നും ഈ നിയമങ്ങളൊന്നും പാലിക്കപ്പെടുന്നില്ല. പക്ഷേ ഈ ക്ലാസിക്കീയത്ത് എന്ന് പറയുന്നത് അത് ഭാഷയിലും കവിതയുടെ ശാസ്ത്രത്തിലും എല്ലാവിധ നിയമങ്ങളും പിൻപറ്റിയിട്ടുള്ള കവിതകളെയാണ് ക്ലാസിക്കീയത്തിൽ പെടുത്തുന്നത്. ക്ലാസിക്കീയത്തിന്റെ ഒരു നേതാവായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നത് 1839 മുതൽ 904 വരെ ജീവിച്ചിരുന്ന മഹ്മൂദ് സാമി അൽ ബാറൂദിയാണ്.
അദ്ദേഹം ഈ ക്ലാസിക്കീയത്തിന്റെ മറ്റൊരു പേരാണ് ഇത്തിബായിയ എന്നുള്ളത്. കാരണം ഇവരെന്താണ്, ഇത്തിബായിയ എന്ന പിന്തുടരുക എന്നാണ് അർത്ഥം. ഇവർ മുൻകാലത്തുണ്ടായിരുന്ന അറബി കവിതകളുടെ സ്റ്റൈലിനെ പിന്തുടരുന്നവരാണല്ലോ, അതാണ് ഇവർക്ക് ഇത്തിബായിയ എന്നുള്ള പേര് വരാൻ കാരണം. അപ്പോൾ മോഡേൺ കവിതകളാണ് എഴുതുന്നത്, പക്ഷേ മോഡേൺ വിഷയങ്ങൾ എഴുതുമ്പോഴും ഇവർ ആ ഒരു പാരമ്പര്യ സ്റ്റൈൽ നിലനിർത്തി എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത. ഇനി പ്രധാനപ്പെട്ടിട്ടുള്ള ക്ലാസിക് പോയറ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ 1 ബാറൂദിയാണ്, 2 അഹമ്മദ് ഷൗക്കി, 3 ഹാഫിദ് ഇബ്രാഹിം സബരി, 4 ആയിഷ തൈമൂരിയ, 5 മഅറൂഫ് റസാഫി. ഇവരൊക്കെയാണ് ക്ലാസിക്കീയത്തിൽപ്പെടുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള ആളുകൾ. പ്രധാനമായിട്ടും ഈ ക്ലാസിക്കീയത്ത് അറബി കവിതയിൽ പിൻകാലത്ത് 2 വിഭാഗക്കാരായിട്ട് മാറിയിട്ടുണ്ട്. ക്ലാസിക്കീയത്ത് ഏകദേശം കുറച്ചു കാലമേ നിലനിൽക്കുന്നുള്ളൂ. കാരണം അത്തരത്തിലുള്ള പൂർണ്ണമായിട്ടും നിയമങ്ങൾ പാലിച്ചുകൊണ്ട് എല്ലാവർക്കും എഴുതാൻ കഴിയണമെന്നില്ല. കാരണം നമ്മൾ പറഞ്ഞു, ഇത് വളരെയധികം നിപുണരായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഇത് എഴുതാൻ കഴിയുള്ളൂ. എല്ലാവർക്കും ഇങ്ങനെ എഴുതാൻ കഴിയണമെന്നില്ല. അതേപോലെ തന്നെ പിൻകാലത്ത് റൊമാൻറ്റിസം വരുന്ന സമയത്ത് ഈ തുടർന്ന് പോയിരുന്ന ക്ലാസിസം പാടെ എല്ലാവരും ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ പിൻകാലത്ത് ക്ലാസിസം 2ആയിട്ട് വേർതിരിയുന്നുണ്ട്. 2 പ്രധാനപ്പെട്ട മാർഗങ്ങളായിട്ട് വേർതിരിയുന്നുണ്ട്. 1 അൽ മുഹാഫിദൂനും 2 മുഅ്തദിലീങ്ങളുമാണ്. മുഹാഫിദീങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പണ്ട് മുതലേ ഉള്ള ആ പാരമ്പര്യ ശൈലി എന്ത് ചെയ്തു പിന്തുടർന്ന് പോന്നിരുന്നവരായിരുന്നു മുഹാഫിദീങ്ങൾ എന്ന് പറയുന്നത്. അഥവാ റൊമാൻറ്റിസം വരുന്ന സമയത്തും അവരെന്താണ് ഈ ക്ലാസിക്കീയത്തെ തന്നെ മുറുകെ പിടിച്ചു വന്ന ആളുകളാണ് മുഹാഫിദീങ്ങൾ എന്ന് പറയുന്നത്. 2 മുഅ്തദിലീങ്ങളാണ്. മുഅ്തദിലൂൻ എന്ന് പറയുന്നത് അവർ ഈ പുതിയ ആധുനികമായിട്ടുള്ള രീതികളും അതേപോലെ തന്നെ ഈ പാരമ്പര്യമായിട്ടുള്ള രീതികളും രണ്ടും പിടിച്ചു. രണ്ടിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു സ്റ്റേജ് ആയിരുന്നു മുഅ്തദിലീങ്ങൾ എന്നത്. ഏതായാലും ഈ ക്ലാസിക്കിയ എന്നുള്ള ആ ഒരു കാലഘട്ടം റൊമാൻറ്റിസം വരലോടുകൂടെ, മദ്രസത്തു റൊമാൻസിയ വരലോടുകൂടെ ക്ലാസിക്കിയ അവസാനിക്കുകയായിരുന്നു. പിന്നീട് ഈ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് നോക്കാം. റുവാദുൻ നഹ്ദത്തിൽ ഹദീസത്തി ഫിൽ ഷിഅരി എന്നാണ് കൊടുത്തിട്ടുള്ളത്. റുവാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേതാക്കന്മാർ എന്നാണ് അർത്ഥം ഉദ്ദേശിക്കുന്നത്. നഹ്ദത്ത് നവോത്ഥാന നേതാക്കന്മാർ, അൽ ഹദീസത്തി ഫി ഷിഅരി അറബി കവിതയിലുള്ള നവോത്ഥാന നായകന്മാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നുണ്ട്. ഈ ഇൻട്രൊഡക്ഷനിൽ നമ്മുടെ ക്ലാസിക്കീയത്തുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ എസ്സേക്ക് ഉപകാരപ്പെടുന്ന പോയിന്റുകളുണ്ട്, നമുക്ക് നോക്കാം. ഏതായാലും ക്ലാസിക്കീയത്ത് എന്ന് പറയുന്നത് ആധുനികമായിട്ടുള്ള ഏകദേശം 19-ാം നൂറ്റാണ്ടിൽ വരുന്ന ഒരു ഘട്ടമാണ് ക്ലാസിക്കീയത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പണ്ട് കാലത്തുണ്ടായിരുന്ന ജാഹിലിയ കാലത്തും അല്ലെങ്കിൽ പണ്ടത്തെ ഇസ്ലാമിക കാലത്തും അമവികളുടെയും അബ്ബാസികളുടെയും ഒക്കെ കാലത്തുണ്ടായിരുന്ന കവിതകളുടെ ആ ഒരു സ്റ്റൈലിനെ അവലംബിച്ചുകൊണ്ടാണ് ക്ലാസിക്കീയത്ത് അല്ലെങ്കിൽ ഈ ഒരു റിനൈസൻസ്, ഈ ഒരു നവോത്ഥാനം തുടങ്ങുന്നത്. നമുക്കറിയാം അറബി കവിതയുടെ ഈ ഒരു നവോത്ഥാനം ഒരൊറ്റയടിക്ക് ഉണ്ടായതല്ല, മറിച്ച് അത് ഘട്ടം ഘട്ടമായിട്ട് ഉയർന്നു വന്നിട്ടുള്ളതാണ്. നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള അറേബ്യൻ പ്രദേശങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള കാലഘട്ടങ്ങളിലാണ് ഈ നവോത്ഥാനം തുടങ്ങുന്നത്. മിസ്രിലാണെങ്കിൽ അത് 1799-ലാണ്, 1861-ലാണ് ലബനാനിൽ തുടങ്ങുന്നത്, 1919-ലാണ് പിന്നെ സിറിയയിലും ഈ ഒരു നവോത്ഥാനം നടക്കുന്നത്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ സമയങ്ങളിലാണ് ഈ ഒരു നവോത്ഥാനം നടക്കുന്നത്. ഈ റിനൈസൻസ് തുടങ്ങുമ്പോൾ, നവോത്ഥാനം തുടങ്ങുന്ന സമയത്ത് അതിന്റെ ഒരു ആദ്യഘട്ടം എന്ന് പറയുന്നത് മർഹലത്തുൽ യഖദ അല്ലെങ്കിൽ മർഹലത്തുൽ റത്വാനത്ത് എന്ന് പറയും. അഥവാ റത്വാനത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവാത്തൊരവസ്ഥ, അല്ലെങ്കിൽ മർഹലത്തുൽ യഖദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉണർവിന്റെ അവസ്ഥ. കാരണം അക്കാലത്ത് നല്ല നല്ല കവിതകളൊന്നും ഈ 19-ാം നൂറ്റാണ്ടിൽ അറബിക് സാഹിത്യത്തിൽ നല്ല നല്ല കവിതകളൊന്നും ലഭ്യമായിരുന്നില്ല. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ഉണർവാണ്. കാരണം അന്ന് യൂറോപ്പിലൊക്കെ നല്ല നല്ല കവിതകളുണ്ട്, ഇംഗ്ലീഷിൽ നല്ല നല്ല കവിതകളുണ്ട്, പക്ഷെ അറബിയിൽ എന്തില്ല, അങ്ങനെ നല്ല കവിതകളില്ല. അതൊരു ഉണർവിന്റെ സ്റ്റേജ് ആയിരുന്നു ഈ നവോത്ഥാനത്തിന്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത്. പിന്നീടാണ് മർഹലത്തു തഖ്ലീദിൽ വായി, അഥവാ ബോധപൂർവം പിൻപറ്റുക, അതിൻ്റെ ഒരു ഘട്ടം വരുന്നത്. അതിന് മർഹലത്തു തഖ്ലീദി അൽ വായി എന്ന് പറയും. അഥവാ നമ്മുടെ അറബി ഭാഷയിൽ, അറബിക് സാഹിത്യത്തിൽ അത്തരത്തിലുള്ള നല്ല പിൻപറ്റാൻ പറ്റുന്ന കൃതികളൊന്നും ഇല്ലാത്തത് കൊണ്ട് അബ്ബാസി കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അമവി കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കവിതകളെല്ലാം മനഃപൂർവ്വമായിട്ട് ബോധപൂർവം പിന്തുടരുന്നതിനാണ് ആ ഒരു ഘട്ടം പറയുന്നത്. അതിൻ്റെ നായകന്മാരായിട്ട് പറയുന്നത് അഷേഖുൻ നാസിഫുൽ യാസിജി, മഹ്മൂദ് സാമിൽ ബാറൂദി, നമ്മുടെ ക്ലാസിസത്തിന്റെ നേതാവായിട്ടുള്ളത് ആയിഷ തൈമൂറ, ഖലീൽ ഹോരി, ഇസ്മായിൽ സൊബരി, അഹമ്മദ് ഷൗക്കി, ഹാഫിദ് ഇബ്രാഹിം. അഥവാ ക്ലാസിസത്തിന്റെ നേതാക്കൾ തന്നെയാണ് ഈ മർഹലത്തു തഖ്ലീദുൽ വായി, അഥവാ ക്ലാസിക്കിയ എന്ന് പറയുന്നതിന് മറ്റൊരു പേര് തന്നെയാണ് എന്ത്, മർഹലത്തു തഖ്ലീദുൽ വായി എന്ന് പറയുന്നത്. ഇതിന്റെ രണ്ടിന്റെയും നേതാക്കന്മാർ ഒന്നാണ്. അപ്പോൾ ആദ്യം ഒരു മർഹലത്തുൽ യഖദ, ഉണർവിന്റെ സ്റ്റേജ് ആയിരുന്നു. അപ്പോൾ ഈ അറബിയൻ കവിതയിൽ എന്താണ്, അനുകരിക്കാൻ പറ്റാത്തൊന്നും ഇല്ലാത്തത് കൊണ്ട് അവരെന്താണ് ഒരുപാട് മുൻപോട്ട് സഞ്ചരിച്ച് പണ്ട് കാലത്തുണ്ടായിരുന്ന
അറബി കവിതകൾ എന്താണ് പിന്തുടരുകയാണ്, അതിൻ്റെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ പിന്തുടരുകയാണ്. അതിനാണ് ക്ലാസിക്കിയ എന്ന് പറയുന്നത്. ഈ ഒരു സമയത്തെയാണ് ക്ലാസിക്കിയത്ത് അല്ലെങ്കിൽ മദ്രസു ക്ലാസിക്കിയ എന്നാണ് പറയുക, അല്ലെങ്കിൽ മദ്രസത്തുൽ ബാസ്, അല്ലെങ്കിൽ മദ്രസത്തുൽ ഇഹ്യാ, അല്ലെങ്കിൽ മദ്രസത്തുൽ തഖ്ലീദുൽ വായി. ഇതൊക്കെ ഇതിൻ്റെ പേരുകൾ തന്നെയാണ്. പിന്നീട് ബാക്കിയുള്ള ഭാഗത്തിൽ പറയുന്നത് ഇതിൻ്റെ ഒരു ചെറിയൊരു കഥ പറയുന്നത് പോലെ പറയുകയാണെങ്കിൽ, ആദ്യകാലങ്ങളിൽ ഏകദേശം നമ്മൾ ഈ 19-ാം നൂറ്റാണ്ടിലൊക്കെ അറബികൾ കൂടുതലുമായിട്ട് യൂറോപ്പുമായിട്ട് ബന്ധപ്പെടാൻ തുടങ്ങിയപ്പോൾ യൂറോപ്പിലുള്ള ഇംഗ്ലീഷ് കവിതകളും അതേപോലെ തന്നെ ഫ്രഞ്ച് ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലൊക്കെ കവിതകൾ കണ്ടപ്പോൾ അത്തരത്തിലുള്ള കവിതകൾ അറബിയിലും കൊണ്ടുവരണം എന്ന് അവർക്ക് ആശയമുണ്ടായി. പക്ഷേ അറബിയിൽ അന്നത്തെ കാലത്ത് അത്തരത്തിൽ മികച്ചതായിട്ട് പിൻപറ്റാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ഒരു മാതൃകയാക്കാൻ പറ്റുന്ന കവിതകളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അന്നത്തെ കവികൾ 19-ാം നൂറ്റാണ്ടിലെ നമ്മുടെ ഷൗക്കിയെ പോലെയുള്ള അല്ലെങ്കിൽ ഹാഫിദ് ഇബ്രാഹിമിനെ പോലെയുള്ള ആളുകളൊക്കെ ഇവർ ഒരുപാട് മുമ്പോട്ട് മടങ്ങുകയാണ്. അബ്ബാസി കാലഘട്ടത്തിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ മുമ്പ് ജാഹിലിയ കാലഘട്ടത്തിലുള്ള അറബിക് കവിതയുടെ സ്റ്റൈലുകൾ അവർ പിന്തുടരുകയാണ്. അങ്ങനെ ഈ ഒരു മോഡേൺ കാലത്തുള്ള സംഭവ വികാസങ്ങളെ അല്ലെങ്കിൽ അതിൻ്റെ കണ്ടന്റൊക്കെ മോഡേൺ ആയിരിക്കും, പക്ഷെ അതിൻ്റെ ശൈലി പഴയതുമായിരിക്കും. അഥവാ പഴയ അച്ചിൽ ഒരു പുതിയ വിഷയങ്ങൾ അച്ചടിച്ചെടുക്കുന്നത് പോലെ കവിതയുടെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഒരുപാട് പഴയതായിരിക്കും, പാരമ്പര്യമായിട്ടുള്ളതാണ്, പക്ഷേ വിഷയങ്ങളൊക്കെ പുതിയതായിരിക്കും. പിന്നീട് ഈ ഒരു പാഠത്തിൽ നമുക്ക് 3 അങ്ങനെയുള്ള ക്ലാസിക്കീയത്തിൻ്റെ 3 പ്രധാനപ്പെട്ട കവിതകളെയാണ് നോക്കാനുള്ളത്. 1 അഹമ്മദ് ഷൗക്കിയാണ്, 2 ഹാഫിദ് ഇബ്രാഹിം, 3 മാറൂഫ് റസാഫി. ഏതായാലും ഈ 3 പേരെ കുറിച്ചും ഒരു നല്ല രീതിയിൽ അറിഞ്ഞു വെക്കൽ അനിവാര്യമാണ്. അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് കവിതകൾ കൊടുക്കുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കവിതകൾ ഏതൊക്കെയാണ് നമുക്ക് പറയണം. അതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ നല്ല രീതിയിൽ ഒന്ന് ശരിയായ രീതിയിൽ നമുക്ക് പറഞ്ഞു പോവാം. ഏതായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കവിതകൾ ഏതൊക്കെയാണ് നമുക്ക് ചർച്ച ചെയ്യാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.